മുതിർന്ന ബി.ജെ.പി. നേതാവ് അഹല്യ ശങ്കർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം, ദേശീയ നിർവാഹക സമിതി അംഗം, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ജനസംഘത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. ന്യൂമാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന കരിമ്പിൽ കൃഷ്ണന്റെയും ദമയന്തിയുടെയും നാലാമത്തെ മകളായാണ് അഹല്യ ശങ്കറിന്റെ ജനനം. വെള്ളയിൽ നാലുകുടിപ്പറമ്പ് ശങ്കരന്റെ ഭാര്യയായി കോഴിക്കോടെത്തിയതോടെ ജനസംഘത്തിൽ സജീവമായി. അഹല്യ അങ്ങനെ അഹല്യടത്തിയായി. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കേരളത്തിൽ ആളുകൾ നന്നേ കുറവുള്ള കാലത്ത് അഹല്യ ശങ്കർ എന്ന അഹല്യടത്തി ദേശീയതയുടെ പ്രചാരകയായി. അടിയന്തരാവസ്ഥക്കാലത്ത് കുരുക്ഷേത്രയുടെ ലഘുലേഖകൾ വിതരണം ചെയ്യാൻ നേതൃത്വം നൽകി. അതിനു മുന്നേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവിയായിരുന്നു അഹല്യ ശങ്കർ. സാക്ഷാൽ എ.ബി. വാജ്പേയിയും എൽ.കെ. അദ്വാനിയും അഹല്യ ശങ്കറിനായി വോട്ടഭ്യർത്ഥിച്ച് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. 1973 കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മത്സരിക്കുന്നത്. പിന്നീട് 78 നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചെറോട്ട് വാർഡിൽ സ്ഥാനാർത്ഥി. 80 ബി.ജെ.പി. രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. 82, 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്നു. 1996 കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി. 1989, 91 വർഷങ്ങളിൽ മഞ്ചേരി, 1997 പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു. 2000 കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് അവസാന മത്സരം. പിന്നീടും പൊതുരംഗത്ത് സജീവമായി അഹല്യ ശങ്കർ നിറഞ്ഞു നിന്നു. അഹല്യ ശങ്കർ കാണിച്ച ധൈര്യം ബി.ജെ.പിയിലേക്ക് വരാൻ ഒരുപാട് ആളുകൾ ഊർജ്ജമായി. ഒരു തലമുറയെ സൃഷ്ടിച്ചതിനു ശേഷമാണ് അവർ വിടവാങ്ങുന്നത്. ജനം, കോഴിക്കോട്.